നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ ഇവിടെ ഇങ്ങനെ ദാരികത്ത് ഗ്രഹത്തിനിറങ്ങിയ ഭദ്രകാളിയെ പോലെ? മോളെ, പടിയേറ്റൊക്കെ കഴിഞ്ഞോ? പടിയേറ്റ് കഴിഞ്ഞു. എന്റെ മുഖത്ത് അടി കൊണ്ടതുപോലെയായി. അവരൊക്കെ വളരെ നല്ല മനുഷ്യരാ, അവർക്ക് നല്ലതേ വരൂ. നല്ല മനുഷ്യര്, നല്ല മനുഷ്യരെയൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കാം. നീ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഞാൻ എന്റെ കാര്യം നോക്കി തന്നെയാ ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ലക്ഷ്യം അതെന്തായാലും ഞാൻ നിറവേറ്റും. അത് നിറവേറ്റാതെ എനിക്കൊരു മടങ്ങിപ്പോക്കില്ല. അവളുണ്ടല്ലോ, ആ മീനാക്ഷി, അച്ഛന്റെ മാധുരിയുടെ മകള്. അവൾക്ക് എന്റെ കൂടെ വരണ്ടാന്ന്. അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട, അതിന് നിനക്കെന്താ? അവൾ അവളുടെ അച്ഛൻ വീട്ടിലല്ലേ നിൽക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ അനിയത്തിയെ കൊന്നവരുടെ വീട്ടില് അവള് നിൽക്കാൻ പാടില്ല. ആര് കൊന്നുന്നാ നീ പറയുന്നത്? സത്യങ്ങൾ അറിയാതെ നീ വെറുതെ ജൽപ്പനങ്ങൾ നടത്തരുതേ. എന്തല്ലേ സത്യങ്ങൾ തന്നെയാ ഞാൻ വിളിച്ചു പറയുന്നത്. സ്വന്തം അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്ന ആ നന്ദിനിയുടെ ജീവൻ എന്ത് വില കൊടുത്തും മീനാക്ഷി രക്ഷിക്കും പോലും. അത് എനിക്കൊന്ന് കാണണം. മീനാക്ഷിയെ ഞാൻ ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവരും. അവൾ ഇവിടെ നിന്നാ വളരേണ്ടത്. അവള് വന്നില്ലെങ്കിൽ അവളെ ഞാൻ പിടിച്ചോണ്ടുവരും. അതിന് തടയുന്നവരെയൊക്കെ ഞാൻ വെച്ചേക്കില്ല. അവളുടെ ഒരു പടിയേറ്റ്. അങ്ങാടിയെ തോറ്റതിന് അമ്മയുടെ നേരെ എന്ന് പറഞ്ഞതുപോലെ പടയിൽ തോറ്റതിന് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാ? അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് ഒരു വികാരവും തോന്നുന്നില്ലേ? എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു വികാരവുമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് വിവേകത്തോടു കൂടിയാണ്. നന്ദിനിയുടെ മകളായി മീനാക്ഷി വളരാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദിനിയാണ് ജയറാമിന്റെ യഥാർത്ഥ ഭാര്യ. വിഹിതമായ ജീവിതം നയിച്ച അവന്റെ അടുത്തേക്ക് അഭിഹിത താല്പര്യവുമായി ചെന്നത് നിന്റെ അനിയത്തിയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. ദൈവകൽപ്പനകളാൽ ആചാര്യന്മാർ ആരണ്യങ്ങളിലും നദീതടങ്ങളിലും തപം ചെയ്തും ജപം ചെയ്തും നേടിയെടുത്ത നിയമം. ആചാരവും സദാചാരവും സംസ്കാരവും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അത് ലംഘിച്ചാൽ നിയമപരമായ ശിക്ഷകൾ ഉണ്ടാകും. ദൈവം കണക്ക് ചോദിക്കും. നിന്റെ അനുജത്തിയോട് ദൈവം കണക്ക് വീട്ടി കഴിഞ്ഞു. അച്ഛനാണെങ്കിലും ചങ്കിടറിക്കൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. ആരംഭത്തിനെല്ലാം അവസാനമുള്ളതുപോലെ എല്ലാ തെറ്റുകൾക്കും ശിക്ഷയുണ്ട്. അച്ഛന്റെ ഒരു ന്യായവാദങ്ങളും ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് എന്റെ വഴി. മീനാക്ഷിയെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരും. കിളിക്കൊഞ്ചലായിരുന്നല്ലേ? നിന്റെ പ്ലാനിങ് ഒക്കെ തെറ്റാ. അതാ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റാത്തത്. ഇങ്ങോട്ട് ഫോൺ താടി ഫോൺ താടി ഇങ്ങോട്ട് ഫോൺ എതിർകക്ഷി ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ,
സത്യം പറ, ആരാടാ അവള്? ഏവള് നീ ഫോൺ ചെയ്തത് നിന്റെ പ്രേമഭാജനത്തോടാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ ആരാണെന്നാ ചോദിച്ചത്. ദൈവമേ, എന്തായാലും മൈഥിലിയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. ആശ്വാസം. പറയടാ, അവൾ ആരാ? എന്താ ഇതിൽ ഇത്ര പ്രോബ്ലം? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. ദേ, പറഞ്ഞില്ലെങ്കിലേ നിനക്കൊരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും. എന്ത് തീരുമാനിക്കുന്നു? ഞാനിത് പരസ്യപ്പെടുത്തണോ അതോ നീ വാ തുറന്ന് എന്നോട് പറയുന്നോ? അയ്യോ എടീ, അതൊരു കഥയാണ്. കഥ കേട്ട് നിൽക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. നീ കാര്യം തുറന്നു പറ. അത് പിന്നെ എനിക്കൊരു പെൺകുട്ടിയോട് പ്രേമമാണ്. ഞങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ്. ആ ശരി, ഇഷ്ടത്തിലാണെങ്കിൽ കല്യാണം കഴിക്കണം. അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുടിഞ്ഞ തടസ്സങ്ങൾ, വീട്ടുകാരുടെ എതിർപ്പ്, പക്ഷേ എങ്ങനെയെങ്കിലും ഒളിച്ചോടിയേ പറ്റൂ. മീനാക്ഷി, നിന്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായ ഈ പ്രണയം സാക്ഷാത്കരിക്കും. ഒളിച്ചോട്ടം സാധ്യമാവുകയും ചെയ്യും. എടാ, ഈ പ്രണയത്തിലെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എങ്കിലും പറയാ, പ്രണയ വിവാഹം നടക്കണമെങ്കിലേ പെണ്ണിനും വേണം ചെറുക്കനും വേണം ചങ്കുറപ്പ്. എന്താ എന്താ ഇവിടെ? ചോദിച്ചു കേട്ടില്ലേ എന്താ നിങ്ങൾ തമ്മിലെന്ന്? ഒന്നുമില്ല ACP. ഒന്നുമില്ലെന്നോ? നിങ്ങള് പ്രേമത്തിന്റെയും കല്യാണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ACP ഒന്ന് പറ്റിക്കാം. ACP ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, വഴക്കൊന്നും പറയരുത്. ഞാനും ഈ വൈശാഖും തമ്മില് പ്രേമത്തിലാ. ഈ ലവ് ആരും അംഗീകരിച്ചു തരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാനും ഇവനും കൂടി ഒളിച്ചോടി പോവാൻ പ്ലാൻ ഇടായിരുന്നു, ലണ്ടനിലേക്ക്. ദൈവമേ, ഇവളെന്തൊക്കെയായി പറഞ്ഞുണ്ടാക്കുന്നത്? മീനാക്ഷി, പ്രണയവും കല്യാണമൊന്നും ഇപ്പോഴല്ല. നിനക്കതിനുള്ള പ്രായമായിട്ടില്ല, മെച്യൂരിറ്റി ആയിട്ടില്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നമുക്കതിനുള്ള സമയം വരുമ്പോൾ ആലോചിക്കാം. അതുവരെ ഈ ചുറ്റിക്കളിയൊന്നും വേണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? പോത്. ഇത് നിനക്കും ഒരു താക്കീത. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഈ മാന്യത പിന്നീട് പ്രതീക്ഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.